ഇപ്പോൾ ഇത്രയും പറഞ്ഞ ഇപ്പോൾ അതായത് 150 യൂട്യൂബർമാർ ഇവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ, അപ്പോൾ ഇതൊരു സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെൽ പ്ലാൻഡ് ആയിരുന്നു. അവരുടെ ഉദ്ദേശം ആദ്യം ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞെങ്കിലും അതിനുശേഷം നെക്സ്റ്റ് അവർ ആവശ്യപ്പെടാനിരുന്നത് മോദിയുടെ രാജിയാണ്. ആ രീതിയിലാണ് അവർ ബിൽഡപ്പ് കൊണ്ടുവന്നത്. ബട്ട് സംഭവം ഇടയ്ക്ക് വെച്ചത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ ഇവർ ഈ മൈക്കിലൂടെ തന്നെ പറഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു. അത് എങ്ങനെ അവരെ കൊണ്ട് പറയിച്ചു എന്നുള്ളത് അറിയില്ല. വാസ്തവത്തിൽ ജെ പി നഡ്ഡയാണ് അത് നെഗോഷിയേറ്റ്. ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും. ജിതേന്ദ്രൻ സംസാരിച്ചൊക്കെ ഉറപ്പിച്ചപ്പോൾ ജെ പി നഡ്ഡ പറഞ്ഞു, ഒരു കാര്യം, പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ പത്രക്കാരെ വിളിച്ച് അവരോട് സംസാരിക്കും. അവരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ജന്തർ മന്ദിറിൽ നിന്ന് എല്ലാ സമരക്കാരും പിരിഞ്ഞു പോകാൻ നിങ്ങളാവശ്യപ്പെടണം. ഈ കണ്ടീഷൻസ് സർക്കാർ അംഗീകരിച്ചു, അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെടുമോ? പെടും. എന്താവശ്യപ്പെടും ഒന്ന് പറഞ്ഞേ. എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് ആവശ്യം. അത് പറ. ജിതേന്ദ്ര സിംഗും ജെ പി നഡ്ഡയും അകത്തിരിക്കുന്നു. പിള്ളേർ പുറത്ത് വന്നിട്ട് മൈക്കിലൂടെ ഇത് തന്നെ പറഞ്ഞു. ഇത് പറഞ്ഞില്ലെങ്കിൽ അകത്ത് ഇവർ ഒപ്പിട്ട കടലാസ് കീറിക്കളയും. പിള്ളേരുടെ കടലാസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ജെ പി നഡ്ഡ പറഞ്ഞു, അനാവശ്യമായ നമ്പറിനൊന്നും പോകരുത്, ഇവിടെ വെച്ച് നമുക്കിത് തീർക്കാം, അല്ലെങ്കിൽ ഇതിലും ടഫായിട്ട് ഞങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ മോനെ. ഇല്ല ചേട്ടാ, അതൊക്കെ ഞങ്ങൾ വാക്ക് പറഞ്ഞ വാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ദിസ് ഈസ് ഹൗ അത് പ്രോഗ്രാം അങ്ങ് ഫിസിൽ ഔട്ട് ചെയ്ത് പോയി അവരുടെ. പക്ഷെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ്. എവിടെ തുടങ്ങും, എവിടെ ഇനിയിപ്പോൾ പഴയതുപോലെ അങ്ങനൊരു മൂവ്മെൻറ്റ് എത്ര പെട്ടെന്ന് കൊണ്ടുവരാൻ എളുപ്പമല്ല. മാത്രമല്ല സോനം വാങ്ചുക്കിൻ്റെ ആ ഒരു നിരാഹാരം എന്തായാലും അവർക്ക് അതൊരു ഗുണം ചെയ്തു. ആ ഒരു സമയത്തുള്ള ഒരു സെൻറ്റി ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ഇനിയിപ്പോൾ അതേപോലെ വീണ്ടും ഇത്രയും തന്നെ വീണ്ടും കൊണ്ടുവരിക, ഇത്രയും സംവിധാനം കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളാണെന്ന് തോന്നുന്നു അവിടെ എവിടെയും. സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ അവരുടെ സംഘപരിവാർ മനസ്സ് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അതിന് ആണോന്ന് എനിക്കറിയില്ല. ആ സ്ത്രീ പറഞ്ഞു, ഇതൊക്കെ നോൺസെൻസാണ്. നമ്മളെ രാജ്യമല്ലേ വലുത്, എന്ത് പറ്റിയെന്നാണ്. ചോദ്യ പേപ്പർ ലീക്കായി കഴിഞ്ഞാൽ വേറെ പരീക്ഷ നടത്താം, അല്ലാതെ എന്ത് ചെയ്യും? വേറെ റെമഡി എന്താ? ഒരു പരീക്ഷയുടെ പേപ്പർ ലീക്കായി കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ നടത്തുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. വെറുതെ വെള്ളം കൂട്ടിയിട്ട് എന്താ കാര്യം? ഇവരും നോക്കുന്ന ഇപ്പം പരീക്ഷാ പേപ്പർ ലീക്കായപ്പോൾ സമരമില്ല. രണ്ടാമത്തെ പരീക്ഷ വന്നപ്പോൾ സമരമില്ല. ആ പരീക്ഷയുടെ റിസൾട്ട് റെക്കോർഡ് ടൈമിൽ 25 ദിവസത്തിന് അതിൻ്റെ റിസൾട്ട് വന്നു, ഒരു സമരവും ഇല്ല. അത് കഴിഞ്ഞ് കൗൺസിലിംഗ് നടക്കുമ്പോഴാണ് സമരം തുടങ്ങുന്നത്. എന്താ ഇതിൻ്റെ ലോജിക്ക്? അപ്പോൾ അതൊരു ഓർഗാനിക് സമരമൊന്നും ആയിരുന്നില്ല. അത് കാൽക്കുലേറ്റഡ് കൺസേർട്ടഡ് എഫർട്ടായിരുന്നു ടു അപ്രൂവ് മോദി ഗവൺമെൻറ്.